Here we are going to discuss about light emitting diodes or LEDs. Now ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് just DJ ഷോൺ സെർച്ച് ചെയ്താണ് and these are some images. Now all the lights you are viewing in all these images are LED lights. നിങ്ങളിവിടെ കാണുന്നതിൽ most of the lightsഉം LED lights ആണ്. So why LED is so important എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. Now this is an image of the Burj Khalifa, and here you can see LED glows are used, LED bulbs are used on this Burj Khalifa tower. ഈ ടവറിനെ സ്പെക്ടാക്കുലർ ഷോക്ക് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് LED ലൈറ്റ്സ് യൂസ് ചെയ്താണ് കാണുന്നത്. And now you can see Niagara waterfall in LED glow, another example. And if you see the applications of LEDs are nowadays used in various parts in the real life. These are some miniature LEDs that you are viewing in the screen. They are used in our indicator lamps, and there is another type. These are the moving message display യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ ടെക്സ്റ്റൈൽസിന് അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരിൽ ഒക്കെ യൂസ് ചെയ്യുന്ന LED പാനൽസ് യൂസ് ചെയ്യുന്നതാണ്. അനദർ തങ്ങളുടെ LED സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടുള്ള LED സ്ട്രിപ്സ് അവൈലബിൾ ആണ്. ഡയറക്ഷണൽ റിഫ്ലക്ടർ LED ലാമ്പ് ഉണ്ട്. നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന LED ലാമ്പ് പോലെ തന്നെ ഡയറക്ഷണൽ ആയ റിഫ്ലക്ടർ LED ലാമ്പ്സ് അവൈലബിൾ ആണ്. ആൾസോ LED ഡൗൺ ലൈറ്റ്സ് അവൈലബിൾ ആണ്. LED സ്പോട്ട് ലൈറ്റ്സ് ഫോട്ടോഗ്രാഫി പോലുള്ള സ്ഥലങ്ങളിൽ LED സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. LEDൻ്റെ ക്യാൻഡിൽ ബൾബ്സ് അവൈലബിൾ ആണ്. Another type of LED bulb is G bulb. LED tubes nowadays very popular ആണ് ഈ LED tube lights. Also LED panel light very much യൂസ് ചെയ്യുന്നു നമ്മൾ ഈ LED panel light. Then industrial LED lights യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റേജ് ലൈറ്റ് ഞാൻ നേരത്തെ കാണിച്ച DJ ഷോയിലൊക്കെ ഇതുപോലുള്ള LED lamps ആണ്, LED stage lights ആണ് യൂസ് ചെയ്യുന്നത്. And all these are examples of uses of LED lights. So at the outside നമ്മൾ LED ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LED ലൈറ്റ്സ് അല്ലെങ്കിൽ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻഡോർ ലൈറ്റിങ്ങിലുണ്ട്, ഔട്ട്ഡോർ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ലാമ്പിൽ വരുന്നു. 7 സെഗ്മെന്റ് ഡിസ്പ്ലേ നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ വരുന്നു. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പിൽ ഈ നമ്മുടെ ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഹെഡ് ലാമ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിങ്ങിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രാഫിക് സിഗ്നൽ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ അടക്കമുള്ള ഫോണുകളിൽ, അതുപോലെ ക്യാമറകളിൽ ഫ്ലാഷ് ലൈറ്റിന് വേണ്ടി LED യൂസ് ചെയ്യുന്നു. ആൾസോ LEDൻ്റെ TV അവൈലബിൾ ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ലൈഫിൽ നമ്മൾ LEDs ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് വിക്കിപീഡിയ പേജ് അബൌട്ട് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമ്മളെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന LED ആണിത്. നൗ ഇഫ് യു സീ ദിസ് LED, ഈ LEDൻ്റെ കേസിൽ നൗ ഇൻ ദി സെൻറ്റർ പോർഷൻ, ഈ സെൻറ്റർ പോർഷനിലാണ് നമുക്കൊരു സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ് ഉള്ളത്. ഓഫ് കോഴ്സ് LED ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോ യു ഹാവ് ആൻ ആനോഡ് ഹിയർ, യു ഹാവ് എ കാഥോഡ് ഓർ പോസിറ്റീവ് പൊളാരിറ്റി, നെഗറ്റീവ് പൊളാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ഇവിടെ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതർ തിങ്സ് അതിൻ്റെ അനദർ മാനുഫാക്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. യു ഹാവ് എ ലെൻസ് ലൈക്ക് സ്ട്രക്ചർ, അപ്പോക്സി ലെൻസ്, വയർസ് ഉണ്ട്. ദർ ഇസ് എ റിഫ്ലക്റ്റീവ് ക്യാവിറ്റി, ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള റിഫ്ലക്റ്റീവ് ക്യാവിറ്റി, and there is a LED frame, etc. Okay, so this is about the construction of LED. Now we will discuss about the working of a LED. You all know that LED is a diode that gives off visible light when forward biased. So LEDs gives visible light when it is forward biased. If we consider an ordinary diode is a PN junction diode. You have a P region and you have a N region, and there will be a small depletion region formed in between this P region and N region. And if you forward bias this diode, the holes from this region will start moving towards the right, and electrons will start from towards the left towards the P region, and the holes and electrons will recombine. There will be recombination. Okay, now when holes and electrons are recombined, here in the energy band diagram, holes are in the valence band and electrons are in the conduction band. So when electrons combine with the holes, the excess energy will be radiated in the form of heat
in the case of a ordinary diode. Whereas in case of LED, this excess energy will be radiated in the form of light or visible light photons. Visible photons ആയിരിക്കും LED കേസിൽ വരിക. സോ ഓർഡിനറി ഡയോഡ്സ് നമ്മൾ സിലിക്കൺ ജെർമേനിയം പോലുള്ള പിന്നെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഇവിടെ നമ്മൾ അതിൻ്റെ കൂടെ ആഴ്സനിക്, ഫോസ്ഫറസ്, നൈട്രജൻ പോലുള്ള സബ്സ്റ്റൻസ് കൂടെ ഡോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ എനർജി ലെവൽ ബാൻഡ് ഡയഗ്രാം എനർജി ലെവൽ ചേഞ്ച് ചെയ്തു സച്ച് ദാറ്റ് ദി energy of the radiation emitted is in the region of visible light. Okay, now if you have semiconductor material as gallium arsenide, then നമ്മുടെ കളർ ഇൻഫ്രാറെഡ് ആയിരിക്കും, ഇൻഫ്രാറെഡ് LED ആയിരിക്കും. Now if you use gallium arsenide phosphide, then you have the red, also amber കളറിലുണ്ടാവും. gallium arsenide, then phosphide, nitrogen കൂടെ നമ്മൾ ഡോപ്പ് ചെയ്യുമ്പോൾ അത് യെല്ലോ ലൈറ്റ് ആവും. So according to the semiconductor material, the wavelength or the color of the LED changes. Now here you have infrared LED, red LED, amber, yellow, green, blue LED, and this blue LED got Nobel Prize in 2014. And there is a question, why Nobel Prize is given for blue LED? There is no Nobel Prize is given for any other LED. LED നമ്മുടെ ഇൻവെൻഷന് നമ്മൾ നോബൽ പ്രൈസ് കൊടുത്തിട്ടില്ല, ബ്ലൂ LED മാത്രമാണ് നോബൽ പ്രൈസ് കൊടുത്തത്. സോ വൈ ഇറ്റ് ഈസ് ഗിവൺ, ദാറ്റ് യു ഹാവ് ടു പോണ്ടർ അബൌട്ട്, that you have to think. Then also white LED. So white LEDs, how white LEDs are produced? This is another question. So ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് വൈറ്റ് LED പ്രൊഡ്യൂസ് ചെയ്യുക, why Nobel Prize is given to blue light. And with this much introduction, now we can dig deeper into the theory of LED. So what I said already is the LED, when LED is forward biased, when we apply forward bias, when we apply, when we apply forward bias, the electrons from N-type material will cross the PN junction and recombine with the holes in the P region. And when this recombination happens, energy will be radiated in the forms of heat and light. In germanium and silicon diodes, the entire energy will be given up in the form of heat, and emitted light, the amount of emitted light is insignificant. However, if you use materials like gallium arsenide or gallium arsenide phosphide, then the amount of energy emitted is sufficient to produce intense visible light. Okay, so the schematic symbol of an LED is similar to a diode, and we will show two arrow mark. ഈ arrow mark നമ്മുടെ ലൈറ്റ് ഔട്ട്കമിങ് ലൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Now let us discuss about LED voltage and current. So I have to have an LED. So this is my LED. Now I am forward biasing this LED through a series resistance. Connect ചെയ്തു ഒരു ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്യണം. സോ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഞാൻ പോസിറ്റീവ് പൊളാരിറ്റിയിലെ LED പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് ടെർമിനലിലേക്കും അപ്ലൈ ചെയ്തു നമ്മുടെ ബാറ്ററിൻ്റെ. ആൻഡ് വോൾട്ടേജ് സോഴ്സ് എന്ന അർത്ഥത്തിൽ ഞാൻ അതിനെ VS റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് അവർ LED. The voltage drop across LED is represented by VD. I am representing it by VD, and the series resistance is represented by RS. Okay, so most of the diodes, for the most of the LEDs, the forward voltage ranging will be from 1 volt to 3 volt, and the forward current rating will be 20 milliampere to 100 milliampere. That means if the current is more than this, then this LED will not work. LED breakdown ചെയ്യും. Okay, now so we have to make the current does not exceed this value, അല്ലെങ്കിൽ I have to limit the current to this value. 20 milliampere to 100 milliampere നമ്മൾ കറണ്ടിനെ സേഫ് വാല്യൂവിൽ ലിമിറ്റ് ചെയ്യണം. And for that purpose I am using a series resistance
connected a series resistance here. Okay, so Vs is my input voltage, Vd is the voltage drop across the diode. Now, what is the voltage drop across Rs? Vrs will be equal to voltage, so the voltage from voltage source minus voltage across diode Vd. Okay, because Vs will be നമ്മൾ ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് ആയിരിക്കും ആർ എസിലും ഡയോഡിന് അക്രോസും ഡ്രോപ്പ് ചെയ്യുക. Vs will be equal to Vrs plus Vd. ദാറ്റ് മീൻസ് സപ്പോസ് ഇവിടെ നമുക്ക് നമ്മളൊരു 5 വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഇവിടെ നമുക്കൊരു 3 വോൾട്ടേജ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വോൾട്ടേജ് ഡ്രോപ്പ് ആർ എസിന് അക്രോസ് ഉണ്ടാവും. സോ 2 plus 3 will be equal to 5. So the diode, so the forward current IF, the IF will be equal to Vs minus Vd by Rs. Just Ohm's law, V is equal to IR apply ചെയ്തു. This is Vrs by Rs, voltage by resistance കൊടുത്താൽ നമുക്ക് current കിട്ടും. So this will be the forward current. Yeah. Consider a situation. The situation is, what is the value of series resistance to limit the current through LED to 20 milliampere with a forward voltage drop of 1.6 volt when connected to 10 volt supply. Okay, so the current നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് 20 milliampere-ലേക്കാണ്. ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് 1.6 volt ആണ്. വോൾട്ടേജ് സപ്ലൈ 10 volt ആണ്. So let us rewrite this equation. And if you rewrite this equation, then നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആർ എസ് ആണ്. ആർ എസ് will be equal to Vs minus Vd by IF. So this will be equal to Vs is equal to 10 volt minus Vd is equal to 1.6 volt and IF is equal to, the forward current is 20 milliampere. 20 milliampere. So this will be equal to 8.4 by 20 into 10 raised to minus 3 ampere volt. So this will be equal to 420 ohm. So here you have to use a series resistance of 420 ohm to limit the current to the value of 20 milliampere. Okay, thank you.